അശാസ്ത്രീയമായി രാഷ്ട്രീയം നോക്കി LDFന് അനുകൂലമായ രീതിയിൽ പല വാർഡുകളെയും ഒഴിവാക്കി വാർഡുകൾ വിഭജിച്ചതിനെതിരെ അന്നമനടയിൽ UDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. K. കരുണാകരൻ സ്മൃതി മണ്ഡപത്തിൽ നടന്ന പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി BA അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. വാർഡ് വിഭജനം എന്നാണ് പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ വാർഡ് വിഭജനത്തെ സംബന്ധിച്ച് അധികാരികൾ നിഷ്കർഷിച്ചിട്ടുള്ള ചില നിബന്ധനകളുണ്ട്. ഒന്ന്, ജനസംഖ്യാടിസ്ഥാനത്തിൽ വാർഡ് വിഭജനം നടത്തുന്നതും അതിൻ്റെ ബൗണ്ടറികൾ ഏതെങ്കിലും ചെറിയ നടപടിയല്ല, ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളോ തോടുകളോ പുഴകളോ ആയിരിക്കണം ബൗണ്ടറി എന്നാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള ബൗണ്ടറിയെ സംബന്ധിച്ചിട്ടുള്ള ഗൈഡ് ലൈൻ. അതുപോലെ തന്നെ ഇവിടെ ജനസംഖ്യാനുപാതികമായി വാർഡ് വിഭജിക്കണം. പരസ്പരം വാർഡുകൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ 10% കൂടുതൽ വ്യത്യാസം വരാൻ പാടില്ല. ഇങ്ങനെയൊക്കെ വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടും ഈ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി എന്ന് പറയേണ്ടി വരും. ഭരണസമിതിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആയിരിക്കാം ഇതിൻ്റെ പുറകിൽ, പക്ഷേ ഇത് ഉത്തരവാദി ശരിക്കും പഞ്ചായത്ത് സെക്രട്ടറിയാണ്. മണ്ഡലം പ്രസിഡന്റ് PK തിലകൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ, MH ഫൈസൽ, PK തിലകൻ, KK രവി നമ്പൂതിരി, ആൽബിൻ പ്ലാക്കൽ, അഡ്വക്കേറ്റ് നിർമ്മൽ C പാത്താടൻ, KA ഇക്ബാൽ, PK സിദ്ദിഖ്, ധന്യ ദേവദാസ് എന്നിവർ സംസാരിച്ചു.